ചൂരൽമലയിലേക്ക് KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗോപികൃഷ്ണൻ, വിശദമായി കാര്യങ്ങൾ പറയൂ. SK, ഞാൻ അല്പം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ച അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞായറാഴ്ചയും തിരച്ചിൽ തുടരാൻ പോകുന്നതാണ്. ഇപ്പോൾ തിരച്ചിലിന് വേണ്ടി പോകുന്നത് നിങ്ങൾ തിരച്ചിൽ മുകളിലേക്ക് പോകല്ലേ? തെരച്ചിലിന് ഓരോ ഓഫീസർമാരെ ഓരോ സൈഡിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. പിന്നെ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കയറ്റിടാം അതായത് ഇവിടെ ഒതുക്കാം. തിരച്ചിലിന് വേണ്ടി പോകുന്ന സംഘങ്ങളാണ്. ഇവരുടെ 6 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഈ 6 സോണുകളിലായിട്ടാണ് ഇന്നും തിരച്ചിൽ നടക്കുക. ഈ തിരച്ചിലിന്റെ പ്രത്യേകത ദുരിതബാധിത മേഖലയെ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുടെ അവരുടെ ബന്ധുക്കളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള തിരച്ചിലാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചെറിയ രീതിയിലുള്ള തിരച്ചിലാണ് നടക്കുന്നത്. തിരച്ചിലിന് വേണ്ടി പോകുന്ന ദൗത്യ സംഘത്തിലെ അംഗങ്ങളെ നമുക്ക് കാണാം. പറയും. ഇപ്പം നമ്മളെ ഇവിടെ തെരച്ചിലിൻ്റെ ഇവിടെ JCB വേണം. JCB വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ JCBക്ക് ആവശ്യമുള്ള ഡീസൽ നമ്മൾ ഇതിൽ തന്നെയാണ് സപ്ലൈ ചെയ്യണത്. അതിനുള്ള ഫയറിൻ്റെ സാറുമാരും ഓരോ പുഞ്ചിരിവട്ടം എൻഡിലേക്ക് നമ്മളാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ എത്ര പേര് വന്നിട്ടുണ്ടറിയോ ക്യാമ്പുകളിൽ നിന്നൊക്കെ? എണ്ണം കുറവാണല്ലോ. അത് സാർ എനിക്ക് കറക്റ്റ് ഒരു ക്യാമ്പിൽ നിന്ന് 4 പേരെ കൂടി മാത്രമേ എടുത്തുള്ളൂ. കാരണം ഇവിടെ ബ്ലോക്ക് കാര്യങ്ങൾ കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബ്ലോക്ക് ഉണ്ടായാലും എന്താ കുഴപ്പം? അതല്ല, എല്ലാവരും കൂടി വന്ന് നമുക്ക് അതിനുള്ള JCBസും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ക്യാമ്പിൽ നിന്ന് 4 പേരും കൂടെ ആയിരുന്നു ഈ മേപ്പാടി ക്യാമ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളൂ, ജനകീയ തെരച്ചിലിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് ഇന്നലെ അറിയാൻ പറ്റിയത്. നീ പറഞ്ഞതുപോലെ ഒരു ക്യാമ്പിലെ 4 പേരെയാണ് ജനകീയ തെരച്ചിലിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ മുഹമ്മദ് റിയാസ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ചയും തിരച്ചിൽ തുടരും. കാരണം ഞായറാഴ്ചയായിരിക്കും ഒരുപക്ഷെ വിപുലമായ രീതിയിൽ തിരച്ചിൽ നടക്കുക. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു അവസാനവട്ട ശ്രമം, അതായത് ഈ ദുരന്തം ബാധിച്ചവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ കാണാതായ 131 പേരുടെ പട്ടിക പുറത്തിറക്കിയിരുന്നു. അവരെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഒരു അവസാനവട്ട ശ്രമം എന്ന നിലയിലാണ് ഈ തെരച്ചിലിനെ നമ്മൾ കണ്ടെത്തുന്നത്. ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ നമ്മളോട് അവർ ഈ തെരച്ചിലിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. 8 മണിയാണ് സമയം പറഞ്ഞതെങ്കിലും വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകളെ എത്തിച്ച ശേഷം തിരച്ചിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. വിവിധ സന്നദ്ധ സംഘടനകൾ ഈ തെരച്ചിലിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിനും പങ്കാളിത്തത്തിനുമായിരിക്കും ഇന്ന് ഈ തെരച്ചിൽ നടക്കുക. ഈ മേഖലയിലേക്ക്, അതായത് ചൂരൽമലയുടെ വിവിധ മേഖലകളിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടാണ് ഇന്ന് തിരച്ചിൽ നടക്കാൻ പോകുന്നത്. 11 മണിയാവുമ്പോൾ തന്നെ കൃത്യമായി തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. സർക്കാർ പ്രതീക്ഷിച്ച പോലെ അത്രയധികം ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുമില്ല. SK, ഇതാണ് ഇപ്പോൾ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ചൂരൽമലയിൽ നൽകാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. KR ഗോപികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.